ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി. ഈ അമ്പലത്തിൻ്റെ പുറകിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന മലകൾ കണ്ടപ്പോൾ എന്നാൽ അതിൻ്റെ മുകളിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ചെറിയൊരു ആഗ്രഹം, ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ ആ കുന്ന് കയറാൻ തീരുമാനിച്ചു. ഏകദേശം 11,500 നിന്ന് തുടങ്ങി ഏകദേശം ഒരു 13,000+ ഫീറ്റിലെത്തിയപ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ച. കുറച്ച് കുതിരകളും കഴുതകളും ഒക്കെ ഇങ്ങനെ അവിടെ മേയുന്നു. ഏകദേശം 14,000 ഫീറ്റിൻ്റെ അകത്ത് ഒരു ചെറിയ തടാകം. അങ്ങനെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ ഇന്ന് ട്രക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. ഈ മേഖല സംരക്ഷിച്ചു പോകുന്നത് കേദാർനാഥ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇന്ത്യൻ മസ്ക് ഡിയറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയ കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ട്രക്ക് ചെയ്യുമ്പോൾ അതൊക്കെ കൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം. മലമുകളിൽ വളരുന്ന പശുക്കളുടെ പാലാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ ട്രക്കൊക്കെ ചെയ്ത് കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ട്രക്ക് കഴിഞ്ഞ് ജസ്റ്റ് വരുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ സംഭവിച്ചതാണ്. ഹാഫ് ആൻ അവർ മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടി ഇതിലൊരു പാകാമായിരുന്നു. ഏതൊക്കെ ഹമാര ട്രക്കർ ഇസ്കോ കവർ കറുത്ത ഹുവേ ആകെ ചാരായിട്ട് മഴ പെയ്യുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ നടക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ദൂരം നടക്കണമെന്ന് ലാൻഡ് സ്ലൈഡാണ് കേട്ടോ. കണ്ടിന്യൂ 200 മീറ്ററിലധികം റോഡ് അതാ താഴെ എത്തിയിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡൊക്കെ കഴിഞ്ഞെന്ന് ഇങ്ങനെ വിചാരിച്ച് മനസ്സമാധാനത്തിൽ വരുന്നത്. അപ്പോഴാണ് അത് വമ്പം പരിപാടി കിടക്കുന്നത്. ഈ ഒരു 150 മീറ്റർ കവർ ചെയ്തതേ ജീവൻ പണം വെച്ച കളിയായിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ 1 by 1 ആയിട്ട് ക്രോസ് ചെയ്യണം. ഒരിക്കലും കൂട്ടത്തോടെ ക്രോസ് ചെയ്യരുത്. അപ്പോൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു മെസ്സേജായിട്ടോ കമൻ്റായിട്ടോ അറിയിക്കുക.